നമ്മളോടൊപ്പമുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ അമരക്കാരൻ ശ്രീ ഗോപകുമാർ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിനുണ്ണിയും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമാൻ ബൈജു കലാശാല, കർഷക മോർച്ചയുടെ അധ്യക്ഷൻ ശ്രീ ഷാജി ആർ നായർ, എൻ്റെ സഹപ്രവർത്തക, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രാജീവ് പ്രസാദ്, നമ്മുടെ ശ്രീ രാജേന്ദ്രൻ അവറുകൾ, അതുപോലെ തന്നെ BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ ജ്യോതിസ്, ഈ ആലപ്പുഴ ജില്ലയുടെ BDJSന്റെ അമരക്കാരനായിട്ടുള്ള അനിയപ്പൻ ചേട്ടൻ, എൻ്റെ ആരാധനായിട്ടുള്ള ശ്രീ പുലിവിള മാത്യൂസ് അവറുകൾ, നമുക്ക് ഏവർക്കും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത ആലപ്പുഴയുടെ മുൻ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ ആദരണീയമായിട്ടുള്ള രാജേട്ടൻ, എൻ്റെ യുവ നേതാവ്, കേരളം വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീമാൻ സന്ദീപ് വചസ്പതി, ശ്രീ രവീന്ദ്രൻ അവറുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു പേര് വിട്ടുപോയിരിക്കുകയാണ്, SNDPയുടെ ചുമതലയുള്ള ആരാധനായിട്ടുള്ള ഡോക്ടർ ആനന്ദരാജ് സർ, എനിക്ക് ഏറ്റവും സ്നേഹവും എന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പന്തളം പ്രതാപേട്ടൻ ഉൾപ്പെടെ എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ അധ്യക്ഷൻ ഗോപിച്ചേട്ടൻ വേദിയിലുണ്ട്. ഒരു വരി നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ പാർട്ടി വളർന്ന് ഒരുപാട് നേതാക്കന്മാര് സ്റ്റേജിനകത്തും പാർട്ടിയുടെ ശക്തി തെളിയിച്ചുകൊണ്ട് കർമ്മധീരരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ സദസ്സിനകത്തും പ്രൗഢമായിട്ടിരിക്കുന്ന ഒരു വേദിയിൽ ചില പേരുകൾ വിട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ ജില്ലയുടെ അധ്യക്ഷ കലച്ചേച്ചിയുണ്ട്, മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയുണ്ട്. എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വലിയ പ്രസംഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആരാധനായിട്ടുള്ള CK പത്മനാഭൻജി വന്നു പോയി. അതിനെ തുടർന്ന് വേറെയും പ്രസംഗങ്ങൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ദീപ് വചസ്പതി, എൻ്റെ അനിയനാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ദീപ് തീർച്ചയായിട്ടും അക്കമിട്ട് നിരത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ ചാനൽ ചർച്ചകളിലും ഇടതുപക്ഷം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദി പറഞ്ഞല്ലോ 15 ലക്ഷം രൂപ ഓരോ വ്യക്തിയുടെയും ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിലേക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പല പദ്ധതികളും രാജ്യത്ത് ആവിഷ്കരിച്ചത്? എവിടെയാണ് ആ 15 ലക്ഷം രൂപ എന്ന് ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പല ചർച്ചകളിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, കേരളത്തിൽ നിങ്ങൾ മാറി ഭരിച്ചിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരായി എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ആളോഹരി കടം? എന്റെ മകൻ കടം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മക്കൾ കേരള ഖജനാവിൽ നിന്ന് കടം വാങ്ങിയിട്ടാണോ നമ്മളത് പറയാറ്? ഈ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ആരെങ്കിലും കേരളത്തിന് കടം വരുത്തിയിട്ടുണ്ടോ? അപ്പൊ ആളോഹരി കടബാധ്യത എന്ന് പറയുന്നത് ഒരു തെറ്റും മനുഷ്യൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാം നെറികെട്ട ഭരണം കൊണ്ട് ഇടതരം വലതരം കേരളത്തെ മാറി ഭരിച്ചപ്പോ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരായി എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ സ്വത്ത് കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്വിറ്റ്സർലൻഡ് പോലുള്ള പ്രദേശങ്ങളിൽ വലിയ രാജ്യങ്ങളിൽ അവിടെ ഡെപ്പോസിറ്റ്
ഗരീബി ഹടാവോ, അതായിരുന്നു മുദ്രാവാക്യം. ഇന്ദിരാജി അത് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പറയാൻ തുടങ്ങി. നിങ്ങൾ പതിറ്റാണ്ടുകൾ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ശിലാകേന്ദ്രങ്ങളിൽ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ ഭരിച്ച് 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 നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഘടകപ്പോളകളെ തീരെഴുതി വിറ്റു. ആ തീരെഴുതി വിറ്റ ഇടങ്ങളിൽ നിന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി തുടങ്ങിയത്. മോദിജി പറഞ്ഞു, എന്താണ് റേഷൻ മിലേഗ എന്നല്ല നരേന്ദ്രമോദി പറഞ്ഞത്. നിങ്ങൾ കോൺഗ്രസുകാർ പറഞ്ഞത് റേഷൻ മിലേഗ, മെഡിസിൻ മിലേഗ, അസ്പതാൽ മിലേഗ അല്ലെ? നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, കിട്ടും കിട്ടും കിട്ടുമെന്നാണ്. എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഖജനാവിന്റെ ഈ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പ്രതാപം നഷ്ടപ്പെടുത്തിയ ഭാരതത്തിന്റെ ഖജനാവിൽ ഒരു ചില്ലി പൈസ കടബാധ്യതയില്ലാതെ നിങ്ങൾ മസാല ബോണ്ട്, നമ്മുടെ തോമസ് ഐസക് ഇറക്കിയ പോലെ ഒരു ബോണ്ടാണ്. കേന്ദ്രത്തിന് 10 കൊല്ലം മരുന്നിന്റെ മേഖലയിൽ മെഡിസിൻ, രാജ്യത്തെ ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ മെഡിസിന്റെ മേഖലയിൽ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് 10 വർഷക്കാലം നിങ്ങൾ നയാ പൈസ കൊടുത്തില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മരുന്ന് കൊടുത്തതിന് നിങ്ങൾ കടമെഴുതി. 10 വർഷക്കാലം ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ കൃഷിയിടത്തിലേക്ക് അവർക്ക് സൗജന്യ നിരക്കില്, ചെറിയ നിരക്കില് കൊടുക്കുന്ന സബ്സിഡി ഉണ്ടല്ലോ, വളത്തിന്റെ സബ്സിഡി, ആ വളത്തിന്റെ സബ്സിഡി 10 വർഷക്കാലം നിങ്ങൾ കൊടുത്തില്ല പണം. നിങ്ങൾ ഇവിടുത്തെ ഗോതമ്പും അരിയും ഉൾപ്പെടെ FCI ഗോഡൌണുകളിൽ വന്ന് അത് പാവപ്പെട്ടവർ വാങ്ങി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ വേണ്ടി രാജ്യം കൊടുത്തപ്പോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുക്കുന്ന മൻമോഹൻ സിംഗ് കൊടുത്തപ്പോ മൻമോഹൻ സിംഗ് അതിന് പണം കൊടുത്തില്ല. 3 മേഖലകൾ ഞാൻ പരാമർശിക്കുകയാണ്. ഈ 3 മേഖലകളും നിങ്ങൾ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചു കാണിച്ചു. എന്തിനാ കുറച്ചു കാണിച്ചത്? രാജ്യം മുന്നോട്ട് പോകുന്നു, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ആളോഹരി കടബാധ്യത അത് നിങ്ങൾ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ 10 കൊല്ലത്തെ 3 മേഖലയിലെ പണം നിങ്ങൾ കൊടുക്കാനിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ആ പണം എങ്ങനെയാ കൊടുത്തു തീർത്തെന്നറിയുമോ? അതിന്റെ പലിശ കൊടുത്തു. പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ഒരുമിച്ച് അടച്ചു തീർത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇതാ 10 വർഷക്കാലം കോൺഗ്രസുകാരൻ ഈ രാജ്യത്തിന്റെ പാവപ്പെട്ടവരെ ചതിച്ച 3 മേഖലകളിൽ 1 ലക്ഷം കോടിയിൽ പരം വരുന്ന തുക, അതിന്റെ മുതലും പലിശയും അടച്ചു വീട്ടിയുള്ള ജനനായകനാണ് ശ്രീമാൻ നരേന്ദ്രമോദി. പ്രിയപ്പെട്ടവരെ, ആ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ നോക്കിയിട്ടാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നത് എവിടെ 15 ലക്ഷം എന്ന്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മോദിജി കൊടുത്തു തീർത്തു. മാത്രമല്ലല്ലോ, ഞങ്ങൾ ചില കണക്കുകൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ $2 ട്രില്യൺ ആയിരുന്നു സാമ്പത്തിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത്, അല്ലെ? ആ $2 ട്രില്യൺ നിന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഭാരതത്തിലേക്ക് നോക്കുമ്പോ ഇവിടുത്തെ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലവക്കപ്പന്മാർ അവർ പറഞ്ഞു 2004 മുതൽ 2014 വരെ ഇതേ മൻമോഹൻ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അവർ പറഞ്ഞു ഇന്ത്യ മഹാരാജ്യം സാമ്പത്തിക മേഖലയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, പാതാളത്തിലേക്കാണ് പോകുന്നത്. ഏതുപോലെ? ശ്രീലങ്ക പോലെ, പാകിസ്ഥാൻ പോലെ ഈ ഭാരതത്തിന് ഇനി ഒരിക്കലും ഉണരാൻ സാധ്യമല്ല എന്നുള്ള റിപ്പോർട്ടാണ് അന്ന് മോർഗൻ സ്റ്റാൻലി പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരാണ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ നോക്കിയിട്ട് അന്താരാഷ്ട്ര നാണയനിധി ഭാരതത്തില് അങ്ങനെ ഉണർന്നെണീറ്റത് കൊണ്ട് പ്രഖ്യാപിച്ചതുപോലെ മോർഗൻ സ്റ്റാൻലി പറയുകയാണ് ഈ മഹാഭാരതത്തെ, നരേന്ദ്രമോദിയുടെ രാജ്യത്തെ ഇനി പിടിച്ചാൽ കിട്ടില്ല. ലോക രാജ്യങ്ങളുടെ നെറുകയിലേക്കാണ് നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തിക മേഖല മുന്നോട്ട് പോകുന്നത്, കുതിച്ചുയരുകയാണ്. $2 ട്രില്യൺ നിന്ന് $4 ട്രില്യൺ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ശിലാകേന്ദ്രം ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും ഭരണകൂടത്തിന്റെയും കൈകളിൽ കിട്ടിയപ്പോ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ വളർത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ മന്ത്രിമാർക്കും സാധിച്ചുവെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസ് നിങ്ങൾക്ക് എന്തിനാണ് ഇനി വോട്ട്? മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടെ ഒരു സ്ഥാനം, അല്ലെ? കൊടിക്കുന്നിൽ സുരേഷ്, കാലം എത്രയായി സാർ നിങ്ങൾ പാർലമെന്റിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പറ്റിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെ? ഞങ്ങൾക്കൊരു പാവപ്പെട്ടവൻ പോട്ടമേ അവിടെ ചെല്ലുന്ന സമയത്ത് നരേന്ദ്രമോദിയെ കാണുമ്പോ നിങ്ങൾ ഡെസ്കിൽ അടിച്ചിട്ടും കൂവി വിളിച്ചിട്ടും നിങ്ങൾ മുഖം
നിങ്ങൾ ഈ ശ്രമവുമായിട്ട് പാർലമെന്റിനകത്തിരിക്കണോ, അതോ എന്റെ സഹോദരൻ ശ്രീമാൻ ബൈജു കലാശാല പോകണോ? ഇതാ ചോദ്യം. പോയാൽ മാത്രമല്ലല്ലോ, ഇദ്ദേഹം പോകും, അവിടെ ഇരിക്കും. എന്റെ നമ്മുടെ നാട്ടിലെ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരിഫ് പറഞ്ഞ പോലെ അമിത്ഷാ ഇങ്ങനെ നടന്നു വരുമ്പോ കിടുകിട വിറയലൊന്നും ബൈജു കലാശാലയ്ക്ക് ഇല്ല. കാരണം കാര്യങ്ങൾ പോയി കൃത്യമായി അമിത്ഷാജിയോട് പറഞ്ഞ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞ്, മാവേലിക്കരയിലെ പാവപ്പെട്ട സാധാരണക്കാരന്റെ വേദന പറഞ്ഞ്, കർഷകരുടെ ദുഃഖം പറഞ്ഞ്, ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ബൈജു കലാശാലയും ഒരുമിച്ച് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങളോട് ഞാനും ബൈജു കലാശാലയും ചോദിക്കുന്ന ചോദ്യം. ഞങ്ങൾക്കൊരു മടിയുമില്ല. കാരണം ഞങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നാണ് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കഞ്ഞി കുടിക്കാൻ ഇല്ലാത്തവരുടെ വേദന അത് ഏറ്റുവാങ്ങാൻ സാധിക്കും. അവർക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കും. അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയാൻ സാധിക്കും. അതിനൊരവസരം ശ്രീമാൻ ബൈജു കലാശാലയ്ക്ക് കൊടുക്കണമെന്ന് നമ്മൾ പറയുമ്പോ, നരേന്ദ്രമോദി നടന്നു പോകുമ്പോ മറവിൽ നിന്ന് കപ്പലണ്ടി എറിഞ്ഞ് ദ്രോഹിക്കാനായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ വിടണോ എന്നതാണ് ചോദ്യം. അവിടെ ഒരു ചർച്ചയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നതാണ്. എന്താ കാര്യം എന്നറിയുമോ? അവിടെ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പാവത്താനാണെന്നേ. ഈ വേണുഗോപാൽ എഴുതി കൊടുക്കുന്ന പേപ്പർ നോക്കിയിട്ട് മാധ്യമ സുഹൃത്തുക്കളോടും ജനങ്ങളോടും സംസാരിക്കുക. പെങ്ങള് പ്രിയങ്കയെയും കൂട്ടിയിട്ട് നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോ ഭീകരവാദത്തെ അടിച്ചമർത്തി, തീവ്രവാദത്തെ അടിച്ചമർത്തി, കാശ്മീരിൽ 370 അംഗം എടുത്തു കളഞ്ഞു. അതിൽ 2 പേരും ചേർന്നുകൊണ്ട് മഞ്ഞുവാരി കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ അന്ന് പ്രഖ്യാപിച്ച ഒരു വലിയ യാത്രയുണ്ടായിരുന്നു, ഏകതാ യാത്ര. ആ ഏകതാ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നയിച്ച മുരളി മനോഹർ ജോഷിയോടൊപ്പം അന്നത്തെ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നേതാക്കന്മാരോടൊപ്പം ആ കാശ്മീരിന്റെ മണ്ണിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ബോംബുമായിട്ടായിരിക്കും സ്വീകരിക്കുക എന്ന് അന്ന് കാശ്മീരിലെ ഭീകരവാദികൾ പറഞ്ഞപ്പോ സൂരജ് ഹോ തോ കമൽ ഗിലേഗ എന്ന് പറഞ്ഞ ആ രാജ്യനായിട്ട് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടല്ലോ, സൂര്യനുണ്ടെങ്കിൽ താമര വിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് ഒരൊറ്റ ഭാരതം, ഒരൊറ്റ ജനത, ഒരൊറ്റ സംസ്കാരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ആ യാത്രാ വണ്ടിയിൽ യാത്രാ സംഘത്തിനകത്ത് അവരെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു ആ യാത്രയിലെ നായകൻ, യഥാർത്ഥ നായകൻ. കർത്തന്റെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബൈജു കലാശാല മുൻനിരയിൽ നടക്കുമ്പോൾ, ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മുൻനിരയിൽ നടക്കുമ്പോൾ, ഞങ്ങൾ കൈവീശുമ്പോൾ, ഞങ്ങൾ വോട്ടർമാരുടെ കൈ പിടിക്കുമ്പോ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പിറകിൽ അണിനിരക്കുന്ന ഈ ഇരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അതുപോലെ ഇരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അവിടെ തീവ്രവാദത്തെ അടിച്ചമർത്താൻ, ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, രാജ്യം ഇന്ന്, രാജ്യത്തെ ജനത ഇന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ എഴുതി കൊടുത്ത് KC വേണുഗോപാലിന് തോന്നിയതെല്ലാം പ്രസംഗിപ്പിക്കുന്നത്. നമ്മളൊക്കെ കണക്കാക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്, ഈ വേണുഗോപാല് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിട്ട് ഒരു 5 കൊല്ലം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒപ്പുവെച്ച തലമുറയാകും ഈ കോൺഗ്രസ് പാർട്ടി. മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കൾ കൂടെ പോന്നു നമ്മുടെ പാർട്ടിയിലേക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക്. എന്താ കാരണം? കാരണം കഴിവും പ്രാപ്തിയും പ്രൗഢിയുമുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള ഒന്നാം തരം കോൺഗ്രസുകാരുടെ അവരുടെ മുന്നേറ്റത്തെ തടയാൻ, അവരെ വെട്ടിവീഴ്ത്താൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ സോണിയ മാഡത്തിന്റെ കണ്ണിലെ കേടായി മാറ്റാൻ തന്ത്രപൂർവ്വം ഗൂഢാലോചന നടത്തിക്കൊണ്ട് നമ്മൾ പണ്ട് പറയുന്നത് പോലെ ഞാനും എന്റെ ഭാര്യയും പിന്നെ കുട്ടിയോടും മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ വർദ്ധിക്കുമ്പോ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ ഒഴുകി ഒഴുകി വരികയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ നയം പറയുകയാണ്, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ആരൊക്കെയുണ്ട്? 18 യൂണിയൻ ടെറിട്ടറിയിൽ ഉൾപ്പെടെയുള്ള 18 സംസ്ഥാനങ്ങളുടെ ഭരണമുണ്ട്. നമ്മുടെ ഭരണത്തിന്റെ കീഴിൽ എത്ര എംപിമാരുണ്ട്? താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച 303 എംപിമാരുണ്ട്. മാത്രമല്ല NDA സഖ്യകക്ഷിയുടെ കൂടെയുള്ള ആളുകളുണ്ട്. ഇപ്പോ മറ്റൊരു ചർച്ച മാധ്യമങ്ങളിൽ നടക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായി. ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായപ്പോഴോ 1400 കോടിയെ കോൺഗ്രസിന് കിട്ടി
303 MP-മാരുള്ള രാജ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തെ ജനതയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA-യുടെ നേതാക്കന്മാർക്ക് പണം പണ്ട് തന്നത് ഇങ്ങനെയല്ലല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയത് അല്ലെ? നിങ്ങൾ ചാക്കിൽ കെട്ടി കൊണ്ടുപോവുകയായിരുന്നില്ലേ? നിങ്ങൾ ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നയിക്കുമ്പോ നിങ്ങൾക്ക് കരിമണക്കടത്തയുടെ ഡയറിയിൽ പറഞ്ഞതുപോലെ പല പല പേരുകളും പല പല ചിഹ്നങ്ങളും ഒക്കെ ആയി നിങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ കുത്തകകളുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ പണം പോക്കറ്റടിച്ച് അത് നിങ്ങൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞു ഇലക്ഷൻ സമയത്ത് പണം വാങ്ങുന്നതിന് കണക്ക് വേണം. ആ കണക്ക് ജനങ്ങൾ എടുത്തോട്ടെ. ഞങ്ങൾക്ക് 6000 കോടി കിട്ടിയെങ്കിൽ 6000 കോടിയല്ല 60,000 കോടി കിട്ടാനുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗർഗേജി പറഞ്ഞത് എന്താണ്? ഇത്തവണ നരേന്ദ്രമോദി 400 കടക്കുമെന്നാണ് പറഞ്ഞത്. കേരളത്തിലെ കണക്ക് കൂട്ടിയിട്ടല്ല. പ്ലസ് കേരളത്തിൽ നിന്ന് നമ്മൾ കുറച്ചു പേർ പോകണമോ എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കണക്ക് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് അറിയുമോ? നമ്മൾ പോകുമ്പോ ഇവര് പറയുന്ന കള്ളക്കണക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. മാർക്സിസ്റ്റ് പാർട്ടി പറയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മാത്രമേ എങ്ങനെയാ ഈ കണക്ക് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുക്കണം. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു രീതിയിലും കണക്ക് കൊടുക്കാതെ ഫ്രജൈൽ എക്കണോമി ആയിട്ട് കേരളം മാറുകയാണ്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് വളർച്ച തകർന്നു പോയി സാമ്പത്തിക മേഖല അധപ്പതനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കേരളമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിൽക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക മേഖലയില് കേരളത്തിന്റെ ഗവൺമെന്റ് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആര് തന്നത്? നരേന്ദ്രമോദി തന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മിസ്റ്റർ ബാലഗോപാലിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് 2004 മുതൽ 2014 വരെ നിങ്ങൾ മാർക്സിസ്റ്റും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒന്നാം UPA ഭരിച്ചല്ലോ ഇല്ലേ? അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഭരിച്ചല്ലോ 10 കൊല്ലം. എത്ര കിട്ടി ഡൽഹിയിൽ നിന്ന്? പ്രിയപ്പെട്ടവരെ, നികുതി വിഹിതത്തിന്റെ ഇനത്തിൽ കേരളത്തിലേക്ക് കിട്ടിയത് 4633 കോടി രൂപയാണ്. 46,303 കോടി രൂപയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയത് അല്ലെ? 10 വർഷം 2004 മുതൽ 2014 വരെ 5 മന്ത്രിമാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു 2014 മുതൽ 25 വരെ എത്ര കിട്ടി? നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾ കേരളത്തിലേക്ക് ഒന്നും തരാത്തവരാണ് എങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തത് 1,55,649 കോടിയാണ്. അപ്പോ 46,000 കോടിയാണോ വലുത്, 1,55,000 കോടിയാണോ വലുത് എന്ന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ബാലഗോപാൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കിട്ടിയ കണക്കുണ്ടല്ലോ, ഈ കണക്ക് പിണറായിയുടെ പാറപ്പുറത്ത് വിജയന്റെ പെട്ടിയിൽ വെച്ച സ്വർണത്തിന്റെ കണക്കല്ല. ഈ കണക്ക് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സ്വന്തം അമ്മയുടെ നിയോഗം ഉണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും കേന്ദ്രത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. ഞാൻ ഒരു മകൻ എന്നുള്ള രീതിയിൽ എന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത് ഞാൻ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നാട്ടുകാരെ നോക്കാനുള്ള സമയമുണ്ടല്ലോ, അത് ചിലവാക്കിയിട്ട് ഗുജറാത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി കൊടുക്കുന്ന പണമാണെങ്കിൽ ഏത് കൊടി കെട്ടിയ പൊണ്ണ് നമ്പുരാൻ ബാലഗോപാലാണെങ്കിലും കണക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ആ കണക്ക് നിങ്ങൾ കൊടുത്താൽ കൃത്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ളത് ഒന്നിന് പിറകെ ഒന്നായിട്ട് കിട്ടും. നിങ്ങൾ കണക്ക് കൊടുത്തിട്ടല്ലല്ലോ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ബൈപ്പാസ് തന്നത്, 2260 കോടി രൂപ ചെലവഴിച്ചത്. നിങ്ങൾ കണക്ക് കൊടുത്തിട്ടാണോ നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ 1 രൂപ പിണറായി വിജയൻ തന്നിട്ടില്ല ദേശീയപാത വികസനത്തിന് എന്ന്?
അങ്ങനെ സ്പീഡിൽ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ രാഷ്ട്രീയം ചിന്തിച്ചത് കൊണ്ടാണ് ആ വളർച്ച അത് കേരളത്തിലേക്ക് വരാതെ പോയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നതാണ്, ഇവിടേക്ക് ഒന്നും സഹായങ്ങൾ കിട്ടുന്നില്ല. സഹായങ്ങൾ കിട്ടാൻ ഇത് ക്യാമറ വെച്ച കേസല്ല. നരേന്ദ്രമോദി കൊടുത്ത റോട്ടില് 47 കോടിക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞ ജെയിംസ് പാലമറ്റത്തിനെയും അല്ല 67 കോടിക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരൻ അൽബന്ദ് കമ്പനിക്കാരനെയും മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മകൻ വിവേകിന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് 389 കോടി രൂപയ്ക്ക് ക്യാമറ വെച്ചതുപോലെയുള്ള കേസല്ല. അതിന് കണക്കുമല്ല. പക്ഷെ ഇതിന് കണക്ക് വേണം. നരേന്ദ്രമോദി കണക്ക് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, സഹായം ഗ്രാന്റ്സ് ആൻഡ് എയ്ഡ് എത്ര കിട്ടി? നിങ്ങൾ 2004 മുതൽ 2014 വരെ ഈ രാജ്യം ഭരിച്ചപ്പോ കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ള സഹായം എന്ന് പറയുന്നത് 24,629 കോടിയാണ്. അല്ലെ? ഇത്രയും കിട്ടിയിട്ടുള്ളൂ. എന്നാൽ 10 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചപ്പോ 1,58,983 1 ലക്ഷത്തിലധികം വരുന്ന തുക, കോടി രൂപ ഈ കേരളത്തിലേക്ക് എയ്ഡ്സ് സഹായമായിട്ട്, ധനസഹായമായിട്ട് കിട്ടിയിട്ട് തന്നിട്ട് നന്ദിയില്ലെങ്കിലും നന്ദികേടെങ്കിലും വേണ്ടേ എന്നുള്ള ചോദ്യം ഞാനും ശ്രീമാൻ ബൈജുവും ഈ ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ ചോദിക്കുമ്പോ ആ ജനത്തിന് മനസ്സിലാകും നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയമില്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ MLA യോ MP യോ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഈവൻ പ്രധാനമന്ത്രിയോ ഒരു സേവകനെ പോലെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് എന്റെ ഏറ്റവും വലിയ ആത്മാഭിമാന പ്രശ്നം എന്ന് പറയുന്നത് എന്റെ നാട്ടില് 57% വരുന്ന ഗ്രാമങ്ങളിൽ അമ്മമാർക്കും സഹോദരിമാർക്കും വെളിത്തിരിക്കാൻ ഒരു ടോയ്ലറ്റോ കുളിമുറിയോ ഇല്ലാത്ത നാടാക്കി എന്റെ ഭാരതത്തെ ഇത്രയും പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ച ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ NDAയുടെ സാരഥിയായിട്ടാണ് ശ്രീമാൻ ബൈജു കലാശാല ഇവിടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വണ്ടി കയറി ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നും അതിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കഠിന വ്രതം എന്നുള്ള രീതിയിൽ എന്റെ സഹപ്രവർത്തകന്മാർ, എന്റെ അമ്മമാർ, എന്റെ സഹോദരന്മാർ നിങ്ങൾ വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്ത് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം. എന്താണ്? ഞങ്ങള് ശ്രീമാൻ ബൈജു കലാശാല സൗമ്യനായിട്ടുള്ള ഒരു നേതാവുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നേടാൻ എനിക്ക് പറ്റും. കാരണം ഞാൻ സൗമ്യതയുള്ള ഒരാളാണ്. ഞാൻ സൗമ്യത കുറച്ച് കുറവുള്ള ഒരാളാണ്. അപ്പൊ രണ്ടും ആളുകൾക്ക് ഇഷ്ടമാണ്. അല്ലെ? കഠിനമായിട്ട് കാര്യങ്ങൾ പറയാൻ ആൾ വേണം, സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ ഒരാൾ വേണം. അപ്പൊ എനിക്ക് എന്റെ സഹോദരനായിട്ട് ഇദ്ദേഹത്തെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ച് തന്നാൽ മതി. ഡൽഹിയിൽ ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ട് നമുക്ക് കൂട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും, ശോഭനെ വിളിക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് മോദിജിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതല നമ്മുടെ പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള അമിത്ഷാജി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആലപ്പുഴയിലെ ജനങ്ങളോട് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുന്നത്, എന്റെ സഹോദരനെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന് വീടില്ലാത്തവരായിട്ട് ഒരാൾ പോലും ഉണ്ടാകില്ല. വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രകടന പത്രികയിൽ 1ാമത്തെ ലക്ഷ്യമെങ്കിൽ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തെയും നമ്മുടെ ശ്രീമാൻ ബൈജു കലാശാല ഇവിടുത്തെ അമ്മമാരുടെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ വീടുകൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിന് നടന്നു നീങ്ങാൻ സാധിക്കും. അദ്ദേഹത്തെ നിങ്ങൾ അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ എല്ലാ ആശീർവാദവും സ്നേഹവും അദ്ദേഹത്തിന് സമർപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ ചുരുങ്ങി ഇങ്ങനെയുള്ള കൺവെൻഷനൊന്നും പ്രസംഗിക്കാൻ അറിയില്ല. ക്ലാസ് എടുക്കുന്നത് അതൊരു പ്രത്യേകമായിട്ട് അതിന് അറിവൊക്കെ വേണം. എനിക്ക് റോഡിലെ മൈക്ക് തന്നാണ്. പക്ഷേ ഞാനിവിടെ വരാൻ കാരണം എന്റെ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീമാൻ ഗോപകുമാർ അദ്ദേഹം പറഞ്ഞു, എന്തായാലും നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നാരായ പേരുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളൊക്കെ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. അല്ലെ? ശ്രീമാൻ ഗോപൻ വരെ
ആ കമ്പക്കയറുണ്ടല്ലോ അത് നമുക്ക് പൊട്ടിക്കണമെന്നുള്ള തീരുമാനവും ദൃഢപ്രതിജ്ഞയും എടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പൂർത്തീകരണത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഏത് കഠിന പ്രയത്നവും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ ബൈജു കലാശാലയെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് അയക്കണം എന്ന് അതിനപേക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വിജയാശംസകൾ ശോഭാജി. ശോഭാജിക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഷാളണിക്കുന്നതിനായി BJP മേഖലാ ഉപാധ്യക്ഷൻ MP കൃഷ്ണകുമാർ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ്. ശോഭ ചേച്ചി ആദ്യമായി നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. അടുത്തതായി മഹിളാ മോർച്ചയുടെ കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് സുനിമോൾ പ്രസാദ് നെൽക്കതിരുകൾ നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നു. നെൽക്കതിരുകൾ നൽകിക്കൊണ്ട് മഹിളാ മോർച്ച കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് സുനിമോൾ പ്രസാദ് സ്വീകരിക്കുന്നു. അടുത്തതായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച റിട്ടയർഡ് മെഡിക്കൽ നേഴ്സസ് സംഘം നമ്മളുടെ രണ്ട് സ്ഥാനാർത്ഥികളെയും ശോഭാജിയെയും ബൈജു കലാശാലയെയും സ്വീകരിക്കുന്നു. ബോലോ ഭാരത് മാതാ കി. തുടർന്ന് ഘടകകക്ഷി നേതാക്കൾ, BJPയുടെ മണ്ഡലം പ്രസിഡന്റുമാർ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ മേഖലാ ഉപാധ്യക്ഷൻ കൃഷ്ണകുമാർ ഏട്ടൻ നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കും. പേരെടുത്ത് വിളിക്കുന്നതല്ല, എല്ലാവരും സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മറുപടി പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. സ്ഥാനാർത്ഥിയുടെ മറുപടി പ്രസംഗത്തിന് ശേഷം മാത്രമേ പ്രവർത്തകർ പിരിഞ്ഞുപോകാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമ്മേളനം അല്പം വൈകിട്ടുണ്ട്. ദയവേത് എല്ലാവരും ഈ ഹോളിനുള്ളിൽ തന്നെ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരയ്ക്കാട്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ പാർട്ടിയുടെ എല്ലാ മണ്ഡല പ്രസിഡന്റുമാരും സ്വീകരിക്കേണ്ടതാണ്. മണ്ഡല ജനറൽ സെക്രട്ടറിമാർ, പ്രമോദ് കാരയ്ക്കാട്, ചെങ്ങന്നൂർ മണ്ഡലം സെക്രട്ടറി ശ്രീ അജിയാർ നായർ, മണ്ഡലം സെക്രട്ടറി ശ്രീ അനീഷ് മുളമ്പുഴ, കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിനോദ് ജയവരു, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മാത്യു സഭകൾ, തകഴി മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീമാൻ അനിൽകുമാർ വണ്ടിയക്കണം, മാടപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമാൻ വിജയകുമാർ, മാവേലിക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ ടി അനൂപ്, കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ ബൈജു, കുന്നിക്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ബാബുലയൻ, കർഷക മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സുഭാഷ്
കുട്ടനാടി കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വൈദ്യുതി ചെറുപിക, ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ രതീഷ് ശേഖരാത്ത്, ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണൻ വായ്പാട്, ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ പ്രഭകുമാർ കൊളയ്യത്ത്, പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പതിനാല് മണ്ഡലത്തിലെ ഇൻചാർജ് ശ്രീ കെ ആർ രാധാകൃഷ്ണൻ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി കൂടി പ്രസിഡന്റ് ശ്രീമാൻ പ്രമോദ് കാലക്കാട് സർവീസ് സ്വീകരിക്കുന്നു. ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഈ നാടിന്റെ മണിമുത്ത് ശ്രീ മൈലൂർ കലാശാല ഇപ്പോൾ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം പാലക്കാട് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വൈക്കം സോമൻ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ക്ഷണിച്ച് സ്വീകരിക്കുന്നു. പാലക്കാട് കൊല്ലം ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി രാജേശ്വരി രാജേന്ദ്രൻ, മംഗളാവാസിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ശാന്തിമണി, വെടിദേശിന്റെ കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് നിതിൻ, ശ്രീ അഞ്ചാമന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ക്ഷണിച്ച് സ്വീകരിക്കുന്നു. ബഹുമാനായിട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശോഭാനി അടക്കമുള്ള നേതാക്കൾ, എല്ലാവർക്കും ഇന്ത്യയിൽ നിറയെ നേതാക്കളാണ്. എത്രയും നേതാക്കളെ, എത്രയും സ്നേഹമുള്ള അമ്മമാരെ, സഹോദരന്മാരെ, സഹോദരങ്ങളെ, ഞാൻ ദീർഘമായ പ്രതിനിധിയിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു വലിയ പെരുമാറ്റത്തിന് ശേഷം ഒരു ചാത്തന്മാരാണ് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ ആരംഭിച്ചതിന് ശേഷം, പ്രചരണ പരിപാടികൾ ആരംഭിച്ചതിന് ശേഷം ഈ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ എന്താണ്, വികസന പ്രശ്നങ്ങൾ എന്താണ്, വളരെ ഗൗരവതരമായി പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി കഴിയുന്നുണ്ട്. നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു അവസ്ഥ, വളരെ വൈവിധ്യപൂർണമായ ഒരു മണ്ഡലം. കൊല്ലത്തെ ജനകീയ പ്രശ്നങ്ങളോ വികസന പ്രശ്നങ്ങളോ അല്ല ആലപ്പുഴയുണ്ട്. കോട്ടയത്തിന്റെ ഭാഗമായ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ അത് മറ്റൊരുമാണ്. അതുകൊണ്ട് വൈവിധ്യപൂർണമായി മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി തന്നെ ഉത്തമ ബോധ്യം. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ നന്നായി പഠിക്കപ്പെടുക എന്നതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാടിന്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും കുറ്റം പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഒരു ചായത്തിന് നൽകിയ ഒരു ബൈക്കിൽ UDF സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, ഇവിടെ മറ്റ് സ്ഥാനാർത്ഥികളൊന്നുമില്ല, വേറെ സ്ഥാനാർത്ഥികളൊന്നുമില്ല. അതുകൊണ്ട് സുരേഷിനോട് ഒരു കാര്യം പറയാം,
പാർട്ടിക്കാർക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ അതിശക്തമായ ഒരു മുന്നണി, ആ മുന്നണി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്. ഫലം വരുമ്പോൾ മലർത്തി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. ആലപ്പുഴ മാത്രമല്ല, മാവേലിക്ക മാത്രമല്ല, നമ്മൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ നാട്ടുകാർ വേലകൾ നടക്കുമോ ഒരു വലിയ തരംഗം. ആ തരംഗം ഒരു മോദി തരംഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതൊരു മോദി തരംഗമാണ്. കേരളം ഇപ്രാവശ്യം വോട്ട് ചെയ്യും. അത് ശോഭാസുരത്തിൽ വൈദ്യുതകലാശാലയുമല്ല, ആ വോട്ട് നരേന്ദ്രമോദിക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. അതുകൊണ്ട് നമ്മളിവിടെ സാധാരണ മതേതരത്വം പറഞ്ഞാണ് നമ്മളെ കേട്ടാറുള്ളത്. മതേതരത്വം എന്താണെന്ന് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. വർഗീയ കക്ഷികളുടെ പിന്തുണ തേടി അധികാരം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ് വർഗീയതയെ കുറിച്ച് മതേതരത്വത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മതേതരത്വം ഈ മതങ്ങളെ അനുസരിച്ച് തത്വം പഠിപ്പിക്കലാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇതൊരു നവോത്ഥാനത്തിന്റെ ഒന്നാണ്. 1888 ഗുരുദേവൻ അരിയിൽ നിന്ന് ഒരു ശിലയെടുത്ത് മറ്റൊരു ശിലയ്ക്ക് മുകളിൽ വെച്ചു. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രണവമന്ത്രങ്ങളെ മാനവോദ്യത്തിന്റെ മഹാഗുരു അന്ന് കേരളം ഒരു ശിലനെ പഠിപ്പിക്കുകയായിരുന്നില്ല. കേരള നവോത്ഥാനത്തിന്റെ ആധാരശിലമാകെയാണ് പിന്നീട് ഈ നാട് തിരിച്ചത്. ചട്ടമ്പി സ്വാമികൾ നമുക്കറിയാം. കാനനത്തിൽ പാർക്കണം, കാഷായം കൊടുക്കണം, സന്യാസിയാകാന്ന് പറഞ്ഞ കാലത്ത് കാനനത്തിൽ പാർക്കാതെ കാഷായം കൊടുക്കാതെ അന്നം പോരാത്മജ്ഞാനം എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും പ്രഖ്യാപിച്ച ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, വാലിസ്റ്റർ ജോൺ ജോസഫ്, വക്കമൂര്, അങ്ങനെ മഹാനന്ദന്മാരായിട്ടുള്ള ഒരിക്കലൊപ്പം എത്രയോ ആളുകൾ അവരുടെയൊക്കെ നന്മയുള്ള മണ്ണാണ്. വൈദ്യ സത്യാഗ്രഹത്തിനോട് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സവർണജാഥ നടത്തിയ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാത്മാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വോട്ടുകളൊന്നും അപ്പറെ വർദ്ധിക്കപ്പെട്ടിരിക്കുന്ന വോട്ടല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വോട്ടൊക്കെ യഥാർത്ഥ മതേതരത്വത്തിന്റെ വോട്ടാണ്, യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വോട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരവാദി നരേന്ദ്രമോദിജിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനത അപ്പത്തി കള്ളന്മാരും കൊള്ളക്കാരും വർഗീയവാദികളും വോട്ട് കൊടുക്കുന്ന വെട്ടിക്കൊണ്ട് വോട്ട് എടുത്തില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരും. അക്കാര്യത്തിൽ ഒരു സംശയവും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് വലിയ പിന്തുണയാണ് ഈ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തീർച്ചയായും നമ്മുടെ കൂട്ടായ പരിശ്രമം നമുക്ക് ഈ മണ്ഡലത്തിൽ വൻ വിജയം നേടുവാൻ കഴിയുന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുടമലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെയും അപ്പനെ മത്സരിക്കുന്ന ശുഭഭാഗ്യം താമരയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും സംരക്ഷിതനായി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ യോഗത്തിന്